ജീവിതവീഥി തൻ ഭീതമാം യാമത്തിൽ നേരിയ വെട്ടവും മങ്ങിയ വേള. അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ദ ഗോസ്പൽ. ഒട്ടും ചിന്തിക്കാത്തവർക്ക് പോലും ഒരുപക്ഷെ ക്രിസ്തുവിൽ സംശയമുണ്ടാകാം, ക്രിസ്തുവിൽ ഒരു നിമിഷം ആലോചിച്ച് നിന്ന് പോകാം. അതാണ് ദ സുവിശേഷം നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ പ്രവൃത്തികളൊക്കെ ഇന്ന് സ്നാപയോഹന്നാൻ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് സ്നാപയോഹന്നാൻ ജയിലിലാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് കൃത്യമായ യേശുവിൻ്റെ കാര്യങ്ങളെ കേട്ടപ്പോൾ സ്നാപയോഹന്നാൻ്റെ കാര്യങ്ങൾ പിടുത്തം കിട്ടിയില്ല. സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് ചോദിക്കുകയാണ് വളരെ റിലവൻ്റായിട്ടൊരു ചോദ്യം: വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ മറ്റൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണോ? എന്തൊരു ചോദ്യമാണിത്! ഇതാര് ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നു. സ്നാപയോഹന്നാൻ ഈ ചോദ്യം എങ്ങനെ ചോദിക്കാൻ പറ്റി? കാര്യം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തുള്ളിച്ചാടിയൊരു കുഞ്ഞ്, പിന്നീട് അവന് സാക്ഷ്യം നൽകാൻ വേണ്ടി മുന്നേ നടന്നു പോയവൻ, ഇങ്ങനെ പരസ്യജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഈ സംശയം വരാൻ കാര്യം എന്താണ്? ഇത് വലിയൊരു സാധ്യതയാണ്. ഈ സാധ്യതയെ നമ്മൾ കാണേണ്ടത് വളരെ പോസിറ്റീവായിട്ടാണ്. കാര്യം, ആരാണോ ഏറ്റവും അധികം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവർക്ക് ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം, ചിലപ്പോൾ ചോദ്യങ്ങളുണ്ടാകാം. വിശ്വാസത്തിൽ ചില മനുഷ്യരൊക്കെ വല്ലാണ്ട് കുഴയുന്നത് കണ്ടിട്ടില്ലേ? ആ കുഴച്ചിലാണ് ഇന്ന് സ്നാപയോഹന്നാന് സംഭവിച്ചത്. നീ തന്നെയല്ലേ വരാനിരിക്കുന്നവൻ, അതോ ഇനി ആരെങ്കിലും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണോ? വളരെ കൃത്യമായിട്ടൊരു ചോദ്യമാണത്. വയറ്റിൽ തുള്ളിച്ചാടിയൊരു കുഞ്ഞ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തുള്ളിച്ചാടിയൊരു കുഞ്ഞ്, പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെയൊരു സംശയം ഉന്നയിച്ചെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിന് വലിയൊരു സാധ്യതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ട് പോലും ചിലപ്പോഴൊക്കെ നമുക്ക് ദൈവമുണ്ടോ, അല്ലെങ്കിൽ ഈ വിശ്വാസം എന്തിനാണ്, ഇങ്ങനെയൊക്കെ നിരവധിയായ ചോദ്യങ്ങളുണ്ടാകുമ്പോൾ അതൊന്നും നെഗറ്റീവായിട്ട് കാണരുത്. അതൊക്കെ അൾട്ടിമേറ്റായിട്ട് എത്തേണ്ടത് നമ്മുടെയൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. ചില ചോദ്യങ്ങളൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള എളുപ്പ വഴിയാണല്ലോ. ചോദ്യങ്ങളുണ്ടെങ്കിലല്ലേ ഉത്തരവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടലായി ചിത്രീകരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്നാപയോഹന്നാന് ആ ഒരു ചോദ്യമുണ്ടായി. അപ്പോഴാണ് യേശു ഉത്തരം കൊടുക്കുന്നത്: നിങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ചെന്ന് പറ. അന്ധർക്ക് കാഴ്ച കിട്ടുന്നതും, മുടന്തർ നടക്കുന്നതും, കുഷ്ഠരോഗികൾ ശുദ്ധീകരിക്കപ്പെടുന്നതും, ബധിരർ കേൾക്കുന്നതും, മരിച്ചവർ ഉയർക്കപ്പെടുന്നതും, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നതും എല്ലാം നിങ്ങൾ കാണുന്നില്ലേ? പോയി പറ. അതാണ് രക്ഷകൻ്റെ അടയാളം. ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യക്കാരന് മുമ്പിൽ ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ വിശ്വാസത്തിനിടയിൽ അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ കുറച്ചും കൂടി ചെന്ന് കാണണം. ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയണം. ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ ഇത്രയും കാലം നമ്മൾ കടന്നുപോയ ഓരോ ജീവിതാനുഭവങ്ങളിലും കൃത്യമായ അവൻ്റെ ഇടപെടലുണ്ടെന്ന് മനസ്സിലാകുന്നില്ലേ? അവൻ്റെ കൃത്യമായ കൈപിടുത്തം ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ലേ? അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവിനിടയിൽ പിന്നീട് എന്താണ് നമുക്ക് ആവശ്യം? സ്നാപയോഹന്നാൻ്റെ ഏറ്റവും അവസാന നിമിഷം എങ്ങനെയായിരുന്നു അറിയാമല്ലോ? സത്യത്തിന് വേണ്ടി അവൻ്റെ ശിരസ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സഭയുടെ ഏറ്റവും മനോഹരമായ രക്തസാക്ഷി അയാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ചിന്തിക്കണം, ചോദ്യങ്ങൾക്കിടയിൽ സ്നാപയോഹന്നാൻ കണ്ടെത്തിയ ഉത്തരം ക്രിസ്തുവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി രക്തം ചിന്തുക എന്നുള്ളതാണ്. ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയൊരു സാക്ഷ്യത്തിൻ്റെ അടയാളമാണെങ്കിലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി വ്യാകുലമോ ദിനവും ദിവിനാഥനില്ലേ കൂടെ നടക്കുവാൻ, കൈകൾ പിടിക്കുവാൻ, മാറോടു ചേർക്കുവാൻ, തോളോടു ചായുവാൻ, ജീവന്റെ ജീവനില്ലേ പ്രാണൻ
ചൊവ്വാക്കി പാദമോ പാറമേ ഭദ്രമായി നിൽപ്പാക്കി നവ്യമാം ഗീതികൾ നാവിൽ ഉരുവാക്കി ദിവ്യമാം സ്തുതികൾ ദേവനായി തീർപ്പാക്കി ചേർന്നു മേശാതെ വെണ്മയായി കാത്തോനെ നീറുന്ന വേളകൾ ശാന്തമായി തീർത്തോനെ ജീവന്റെ ജീവനല്ലേ പ്രാണന്റെ പ്രാണനല്ലേ ജീവന്റെ ജീവനല്ലേ പ്രാണന്റെ പ്രാണനല്ലേ മനമേ ഇനി വ്യാകുലമോ ദിനവും ദിവിനാഥനില്ലേ ജീവിതവീഥി തൻ ഭീതമാം യാമത്തിൽ നേരിയ വെട്ടവും മങ്ങിയ വേളയിൽ സാഗരത്തിരകൾ മൂടിയ